നമ്മുടെ ശീലങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ആ ബ്രാൻഡ് ചേഞ്ച് ചെയ്തു നമ്മൾ ഉപയോഗിച്ച് നോക്കി നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് മറ്റുള്ള ആളുകളോട് പറയാനുള്ള ഒരു മനസ്സുണ്ടാവുക. ഇത് രണ്ടും കൂടെ ഒത്തിണങ്ങിയാൽ, ഇത് രണ്ടും കൂടെ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ കോടീശ്വരനാവാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് കൂടുതൽ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഒരു കച്ചവട രീതിയുണ്ട്. അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ പരമ്പരാഗതമായ കച്ചവട രീതി എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഉൽപ്പന്നം വാങ്ങുന്ന കടയിൽ നിർമ്മിക്കുന്ന സാധനങ്ങളല്ല, അത് എവിടെയോ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ വന്നിട്ട് നമ്മൾ അവിടുന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അത് ഇന്ത്യക്ക് അകത്തോ പുറത്തോ ആവാം. അപ്പോ ഈ ഒരു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഒരു ഫാക്ടറി അത്യാവശ്യമാണ്. ആ ഫാക്ടറിയിൽ നിന്ന് ഒട്ടനവധി ഇടനിലക്കാർ വഴിയാണ് ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, CNF ഏജന്റ്, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, അതിനുശേഷമാണ് അയാളിലൂടെയാണ് റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നത്. റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് നമ്മൾ, ബാലചേട്ടാ ഒന്ന് ശ്രദ്ധിക്കണേ, അപ്പൊ റീറ്റെയിൽ ഷോപ്പിലൂടെയാണ് ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അതായത് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള കടകളിൽ വരുമ്പോഴാണ് നമ്മൾ ആ സാധനങ്ങൾ പോയി വാങ്ങുന്നത്. നമ്മൾ ആ സാധനങ്ങൾ അവിടെ പോയി വാങ്ങുമ്പോൾ, അല്ലെ റീറ്റെയിൽ ഷോപ്പിൽ എത്തിയിട്ട് നമ്മൾ ഒരാളോട് സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അവിടെ ഓരോ ഉൽപ്പന്നങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങുക. സോപ്പ് വേണമെങ്കിൽ എനിക്ക് കുളിക്കുന്ന സോപ്പ് വേണമെന്നോ, അല്ലെങ്കിൽ പേസ്റ്റ് വേണമെങ്കിൽ പല്ലേക്കുന്ന പേസ്റ്റ് വേണമെന്നോ അല്ല നമ്മൾ പറയാറ്. നമുക്ക് കോൾഗേറ്റ് വേണം, ക്ലോസപ്പ് വേണം, അല്ലെങ്കിൽ ലെക്സ് വേണം, സന്തൂർ വേണം, ഇങ്ങനെ പേരുകൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഷോപ്പിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. ഈ പേരുകൾ പഠിക്കുന്നത് നമ്മൾ പരസ്യത്തിലൂടെയാണ്. ആ പരസ്യം ചെയ്യുന്നത് സെലിബ്രിറ്റികളാണ്, അല്ലേ? ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കിയാൽ മാത്രമേ ആ ഒരു പരസ്യം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ആ പരസ്യത്തിലെ പേരുകൾ കേട്ടിട്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫാക്ടറിയിൽ നിന്ന് ഇത്രയും ഇടനിലക്കാർ വഴി നമ്മുടെ കൈകളിലേക്ക് സാധനങ്ങൾ എത്തുമ്പോൾ ഇവർക്കൊക്കെ ലാഭം വേണം, അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു ഉൽപ്പന്നം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫാക്ടറിയിൽ ഒരു 400 രൂപ വില വരുന്ന ഒരു ഉൽപ്പന്നം തയ്യാറാക്കുകയാണെങ്കിൽ അവരുടെ ലാഭം അടക്കം 400 രൂപ മാത്രമേ ചെലവുള്ളൂ എങ്കിൽ, ഇത്രയും ആളുകളുടെ കൈകളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് 1000 രൂപയായി മാറുന്നുണ്ട്. അപ്പം ഒരു ഫാക്ടറിയിൽ 400 രൂപ മാത്രമേ ചെലവുള്ളൂ, ഇത്രയും ആളുകളുടെ കൈകളിലൂടെ പോകുന്നത് 600 രൂപയാണ് പോകുന്നത്. അങ്ങനെ മൊത്തം 1000 രൂപ നമ്മളിൽ നിന്ന് ഈടാക്കുന്നു. അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്താണ്? ഇവിടെ എന്ത് വേണം? ഏതൊരു ഉൽപ്പന്നം നിർമ്മിക്കണമെങ്കിലും ഒരു ഫാക്ടറി അത്യാവശ്യമാണ്. ആ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ കമ്പനി ഈ ഉൽപ്പന്നങ്ങൾ ഒക്കെ ബൾക്കായി വാങ്ങുന്നു. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ ശൃംഖല വഴിയാണ് ഈ ഉൽപ്പന്നങ്ങൾ യഥാർത്ഥ കസ്റ്റമറിലേക്ക് എത്തുന്നത്. ഇവിടെ യഥാർത്ഥ കസ്റ്റമർ എന്ന്, അല്ലെങ്കിൽ ആവശ്യക്കാരനായ കസ്റ്റമർ എന്ന് പറയാൻ നമുക്ക് കാരണം, നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് നമുക്ക് 100% ഉറപ്പുവരുത്തുകയും ആ ഉൽപ്പന്നങ്ങൾ അതേ പ്രശ്നം അനുഭവിക്കുന്ന വേറെ ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടെന്നും, അല്ലെ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെന്നും, അല്ലെ നമ്മുടെ ബന്ധുക്കൾ ഉണ്ടെന്നും അവർക്ക് ഇത് കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കസ്റ്റമറായി മാറുന്നത്, അല്ലെ? അപ്പോ ഇവിടെയും ഫാക്ടറി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 40% മാത്രമേ, അല്ലെങ്കിൽ 400 രൂപ മാത്രമേ എവിടെയും എന്തുള്ളൂ, അവരുടെ ലാഭമടക്കോ ചെലവുള്ളൂ. അതിന്റെ നമ്മുടെ കൈകളിലൂടെ, ഇത്രയും ആളുകളുടെ കൈകളിലൂടെ ഇവിടെയും ഒരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അത് 1000 രൂപയായി മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും സേവിങ്സ് ആയിട്ടുള്ള ആ 60%, ഇല്ലെങ്കിൽ 600 രൂപ നമ്മുടെ ഈ ഇടനിലക്കാരന്റെയും പരസ്യക്കാരന്റെയും ജോലി ഇവിടെ ആരാണോ ചെയ്യുന്നത് അവർക്ക് ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ബന്ധുവിനോ സുഹൃത്തിനോ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് പരസ്യം. അപ്പൊ ആ വ്യക്തി പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ഉൽപ്പന്നം, ഇല്ലെങ്കിൽ ആ ഉൽപ്പന്നം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇടനിലക്കാരന്റെയും കൂടെ ജോലി ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇടനിലക്കാരന്റെയും പരസ്യക്കാരന്റെയും ജോലി ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് കൊണ്ട് ആ ഒരു വരുമാനം, ഈ 60% നമുക്ക് ഓരോരുത്തർക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ 2014 നടന്ന ഒരു സർവേ ആണിത്. ഈ സർവേയിൽ പറയാണ്, 2025 കൂടി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ 1,80,00,000
യൂത്ത് കടന്നു വരുന്ന, യുവാക്കൾ കടന്നു വരുന്ന, പഠിച്ചിറങ്ങുന്ന മക്കൾ കടന്നു വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയായി ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. 2025 ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിസംബറോടൊക്കെ ആകുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ, കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ മക്കൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് കേരള ഗവൺമെന്റ് ഒരു ഗസറ്റ് വിജ്ഞാപനമാണ്. 2015 ജൂലൈ 29 കേരള ഗവൺമെന്റ് കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ജനങ്ങളില് ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടപ്പോ, മണി ചെയിൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടപ്പോൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ മറവിൽ ഒട്ടനവധി മണി ചെയിനുകൾ കമ്പനികൾ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെടുകയും ചെയ്തപ്പോ ജനങ്ങളിൽ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടി കേരള സർക്കാർ, അതായത് പിണറായി വിജയൻ സാർ, തിലോത്തമൻ സാറിന്റെ ഒക്കെ ചേർന്ന് നിന്ന് ഒരു സംഘടനയെ ചുമതലപ്പെടുത്തി ആ സംഘടന കൃത്യമായ ഒരു പുസ്തക പ്രകാശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ജനങ്ങളിൽ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടി. അത് ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഘടനയാണ്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫിനാൻസ് ആൻഡ് ടാക്സാക്ഷൻ എന്ന സംഘടന കേരള ഗവൺമെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതേപോലെ കേന്ദ്ര ഗവൺമെന്റ് 2021 ഡിസംബർ 28 കൃത്യമായ ഒരു ഗസറ്റ് വിജ്ഞാപനം നമ്മുടെ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ആനുവൽ കണക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടന കൂടിയാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. ഈ സംഘടനയുടെ 2019-2020 ആനുവൽ കണക്കനുസരിച്ച് $180.5 ബില്യൺ കച്ചവടം നടത്തിക്കൊണ്ട് ലോക രാജ്യങ്ങളിൽ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇന്ന് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, 170ഓളം രാജ്യങ്ങളിൽ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇനി ഇന്ത്യയുടെ അവസ്ഥ, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇന്ത്യയിലെ അവസ്ഥ നോക്കുമ്പോൾ 2019 ഇതേ ആനുവൽ കണക്ക് നോക്കുമ്പോൾ $2.47 ബില്യൺ കച്ചവടം നടത്തിക്കൊണ്ട് ലോക രാജ്യങ്ങളിൽ 15ാം സ്ഥാനത്താണ് ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയുടെ സ്ഥാനം. അപ്പം അത്രയും സ്പീഡായിട്ടാണ് നമ്മുടെ ഈ ഒരു മേഖല പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലൂടെ എനിക്ക് സക്സസ് ആവാം, ഇല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവാം എന്ന് നമുക്ക് വിശ്വാസമായി ഗവൺമെന്റിന്റെ റൂളുകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു ഡയറക്ട് സെല്ലിംഗിൽ ഞാൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എനിക്ക് രക്ഷപ്പെടാം എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കുന്നത്? ഇവിടെ വേണ്ടത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് സക്സസ്, വിജയിച്ച ആളുകളുടെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഈസി ഡൂയിങ് ബിസിനസ്, മുൻ പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ, നമുക്ക് ഇതിന്റെ മുന്നേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എവിടെയും പഠിക്കാത്തത് കൊണ്ട് തന്നെ, ഇത് നമ്മൾ ആർക്കും ഇതിനെപ്പറ്റി കൃത്യമായ ഒരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും ഈ ഓപ്പർച്യൂണിറ്റി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഞാൻ പറഞ്ഞു ഇതിന്റെ മുന്നേ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് ഇതിൽ വന്നതിന് ശേഷം പഠിക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. അതേപോലെ സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ലീഡേഴ്സും അത്ര കണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ മാനേജ്മെന്റും ഉണ്ടായിരിക്കണം. അതേപോലെ അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ, ഒരു ആകർഷണീയമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കമ്പനികളെയാണ് ഏറ്റവും നല്ല കമ്പനികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേരാണ്, അതായത് ഒട്ടനവധി സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റിയിട്ടുള്ള, ഒട്ടനവധി സാധാരണക്കാരനെ കോടീശ്വരന്മാരാക്കി മാറ്റിയിട്ടുള്ള ഒരു അസാധ്യ കമ്പനിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത്. പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിങ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്.